നേര്യമംഗലം അടിമാലി റോഡിൽ 5-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തോടെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഇത് മുളയരി പായസം, മുളയരിയുടെ വിത്ത്, മുള ഈറ്റത്തൈകൾ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് അത് ഇത് കണ്ടോ, മരമുട്ട, മരപ്പേന, ഇതൊക്കെയൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കണതും കാണുന്നതുമാണ്. ഇത് കണ്ടിട്ടില്ല. അപ്പൊ ഇത് എന്താന്ന് ആ കടയിൽ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. സുഹൃത്തേ, ഇവിടുത്തെ ആളെന്തേ? അതെ, നമസ്കാരമുണ്ട്. എന്നാ ചെയ്യണം? അതെ, അവിടെ ഒരു ബോർഡ് കണ്ടു, മരമുട്ട, മരപ്പേന, മുളയരി പായസം. ഇതൊക്കെ എന്താ സംഭവം? ഈ മരത്തിന്റെ മുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കണയാ. അപ്പൊ ഇങ്ങനെ ആ ബോർഡ് കണ്ടപ്പോഴേ ഇങ്ങനെ അവിടെ കേറിയതാണ്. ഇതെന്നാ സംഭവം? അതെ, ഇത് മുട്ട തന്നെയാണുള്ളത്. മരം കൊണ്ട് ഉണ്ടാക്കുന്ന മുട്ട. അതാണ് അല്ല, തടി കൊണ്ട് ഉണ്ടാക്കണയാണിത്. ഷോയ്ക്ക് വേണ്ടി നമ്മള് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. അപ്പൊ ഈ മരപ്പേനയോ? ഇതൊക്കെ പേനകളാണ്, തടിയുടെ സാധനങ്ങളാണ്. തടി കൊണ്ട് ഇതിപ്പോ നമുക്ക് പേനയാണല്ലോ ഒറിജിനൽ. ഓപ്പൺ ചെയ്യാം. ഇത് റീഫില്ല് ചെയ്യാൻ പറ്റിയ സംഭവം. ഇത് ഒറിജിനൽ മരം കൊണ്ട് ഉണ്ടാക്കണയാണല്ലേ. അപ്പൊ ഇത് മരത്തിന്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ ഏതാ കാട്ടിലെ ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലും. കാട്ടിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും. ഇതിന്റെ പായസമാണ് ഇവിടെ ഉള്ള മുളയരി. ഇതാണ് ഈ മുളയരി എന്ന് പറയുന്നത്. ഇത് ഈ മുളയരി എന്ന് പറയുമ്പേ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. വയനാട്ടിലാണ് കൂടുതലുള്ളൂ. ഇത് 40 വർഷം കൂടുമ്പോ കാട്ടിലുണ്ടാവുന്ന 40 വർഷം കൂടുമ്പോ കാട്ടിലുണ്ടാവുന്ന ഒരു അരിയാണ്. ഇത് ഒറിജിനൽ മുളയരിയാണോ? അതെ അതെ അതാ. അപ്പൊ ഇതിന്റെ പായസമാണ് ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടും ഉണ്ടാക്കാം. ഞങ്ങള് പായസം ഉണ്ടാക്കി. നിങ്ങൾ പായസം ഉണ്ടാക്കി ഇവിടെ എങ്ങനെയുണ്ട്? സെയിലുണ്ടോ? ഞാൻ ഈ സാധനം ആദ്യമായിട്ട് കാണാൻ അതുകൊണ്ട് ചോദിച്ചാ ഒന്നും തോന്നരുത്. പിന്നെ ഇതിന്റെ പുട്ടുകുമ്പോ ഈറ്റയുടെ ഇത് സംഭവം മുളയുടെ പുട്ടുകുമ്പോ കുറെ ഐറ്റം ഉണ്ട്. ഇതിനെ കാട്ടുപുളി എന്ന് പറഞ്ഞ സാധാരണ കുളംപുളിയല്ലേ? കാട്ടുപുളി കാട്ടിലുണ്ടാവുന്ന പുളിയാ. കാട്ടിലെ ഉണ്ടാകുന്ന നട്ടിൽ നിൽക്കുന്ന പുളി കാട്ടുപുളി. അതാ നല്ല ഉറയാണ് ഇതിന്. ഉറാന്ന് റിപ്പീറ്റ് ചെയ്ത് ഒരു പുളി ഈ ഒരു പുളി തന്നെ വായിന്ന് വെള്ളം വരുമോ? 2-3 കറി വെക്കാം. ഇത് മീൻകറി. ഈ ഒരു പുളി തന്നെ 2-3 കറി വെക്കോ? ഇതിപ്പോ എന്താ ഏകദേശം എത്ര? 1/2 കിലോ തൂക്കം. 500 ml 500 ഗ്രാം ആണ് അല്ലേ? 1/2 കിലോ 150 രൂപ. അപ്പൊ 360 രൂപ കിലോയേ ഉള്ളൂ. സംഭവം എങ്ങനെയുണ്ട്? നല്ല പുളി, നല്ല ഉറയുള്ളൂ. ഇവിടെ കാട്ടിൽ നിന്ന് കിട്ടണയാണ് അല്ലേ? അത് പറയാനില്ലോ. പിന്നെ ചെറുതേന, ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതെന്താ സുഹൃത്തെ? ചക്രക്കൊല്ലിയോ? ഷുഗറിന്റെ മരുന്നാ. ഷുഗറിന്റെ മരുന്നാ. ഷുഗർ ഉള്ളവർക്ക് ഇതൊക്കെ കാട്ടിൽ നിന്ന് തന്നെ ഐറ്റംസ് ആണല്ലേ? ഇതെല്ലായിടത്തും ഉള്ളത്. ഇത് ഒത്തിരി കാട്ടിൽ ഒരുപാട് നായകരണപ്പൊടി. കാട്ടിലല്ല, നാട്ടിൻപുറത്തെയാണ്. നാട്ടിൻപുറത്തെയാണ്. നായക്കണ്ണപ്പരിപ്പ്, പൊടി, നീലാമരി, മുടി, മൈലാഞ്ചിപ്പൊടി, നമുക്ക് മുടി ഡൈ ചെയ്യാം. ഇതൊരു സംഭവം തന്നെ കേട്ടോ. കസ്തൂരി, കസ്തൂരി മഞ്ഞള്. ഇതൊക്കെ എങ്ങനെയാ? മുഖത്തെ പാടൊക്കെ. ഇത് ചന്ദനം ഉണ്ടല്ലേ? ഇതൊക്കെ ഒറിജിനൽ പൊടിയാണോ? അതെ, അതിന്റെ തടിയുണ്ട് ഇവിടെ. തടിയുണ്ടല്ലേ? ഏതാ? അതാ തടിയുമ്പോ തലയുടെ ഒരിക്കണം. ഇതാണ് തടി. ഇത് ഒരു പീസ് വിലയാണത്? ഗ്രാമിന്, ഒരു ഗ്രാമിന് 3 രൂപ വെച്ച്. 40 ആണെങ്കിൽ 40 ഗുണം 40 ഗ്രാമിണ്ട് 40 രൂപ. അത്രേ ഉള്ളൂ. 120 രൂപ. 3 രൂപ വെച്ച്. ഇതെന്താ തേനോ? ഇതൊക്കെ ഒറിജിനൽ കാട്ടു തേന. ഇതിന്റെ ഉള്ളില് മറ്റേ തേനിലെ സംഭവം ഉണ്ടല്ലോ, അടയിട്ടേക്കണ പിഴിഞ്ഞെടുക്കാം. അതാ. ഇത് ചെറുതേന വൻതേനോ? വൻതേനല്ല, ചെറുതേനല്ല. നല്ല വിലയുള്ളതുകൊണ്ട് 1/4 കിലോ ആയിട്ട്. ഇതെന്താണത്? ചെറുതേന്റെ 1/4 കിലോ. ചെറുതേന്റെ 1/4 കിലോ. അപ്പൊ അതേ മരം കൊണ്ട് ഉണ്ടാക്കി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് ഇത്. തേൻ നെല്ലിക്ക. നെല്ലിക്ക തേനിലിട്ട്. അതേ നമ്മുടെ പഴയ കാത്തിലേറ്റാണുള്ളത്. ഇത് പഴയ കാലത്തൊരു വിളക്കല്ലേ? ബൾബ് ഇടാല്ലേ? ഇത് എല്ലാ സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊരാൻ പറ്റുമോ? പണ്ടത്തെ ഈ മണ്ണെണ്ണ വെച്ചൊക്കെ ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയേക്കണല്ല. നല്ല കരവിരുതാണ് അല്ല? ഇത് കിളിക്കൂടല്ലേ? അപ്പൊ ഇത് പിന്നെ കാട്ടിൽ ഒരുപാട് പഴങ്ങളുണ്ടല്ലോ. ഇതെന്തൊക്കെയാ? അല്ല, അതൊക്കെ നാട്ടിൽ നമ്മുടെ നെല്ലിക്ക വാങ്ങാൻ സാധാരണ നാട്ടിലുള്ള സംഭവങ്ങളാ. കാട്ടിലുള്ള അമ്പഴങ്ങയായിരുന്നു, അത് സീസൺ ആയിട്ടില്ല. അതെയല്ല, എല്ലായിടത്തും ഉള്ള. ഇത് ചെറിയ നെല്ലിക്കോ? അരി നെല്ലിക്ക. എന്താ പണ്ടത്തെ പാളയിലേതാ? പാളക്കുള്ളിൽ സോപ്പാണത്. സോപ്പാ? ചന്ദനത്തിന്റെ. അത് മാത്രം നോക്കി. ഹാൻഡ് സോപ്പ്. ഇതെന്ത് റേറ്റ് ഉണ്ടോ? 90 കൊടുക്കാം. നല്ല ബോക്സ് സംഭവം കേട്ടോ. ഇത് അതേ മരം കൊണ്ട് ആനയോ കിളി കൊക്ക, ഇത് ചിരട്ടത്തവി. എനിക്ക് വയ്യ. ഇത് ഒരുപാട് ഐറ്റം ഉണ്ട് സുഹൃത്തെ. അപ്പൊ ഇതിന്റെ ചെരുപ്പോ? ഇത് പ്രായമുള്ളവർക്ക് വീടിന്റെ ഉള്ളിലോട്ട് കിടക്കാം. ഒറിജിനൽ മരം. അയ്യോ, ഇതൊന്ന് ഇട്ട് നോക്കണമല്ലോ. മണിമരുന്നിന്റെ തടി, അതായത് രക്തം ഓടാൻ വേണ്ടി. മുള്ള നല്ല രസാട്ടോ. രക്തം. ഇതൊക്കെ മരം കൊണ്ട്. ഇതൊക്കെ എവിടെന്നാ കിട്ടുന്നത്? എന്തോ
ഇത് എന്താ ഇവിടെ ഉണ്ടാക്കണയാണോ അത്? കൈകൊണ്ട് നിർമ്മിക്കുന്നത്. അതെയോ, ഹാൻഡ് മെയ്ഡ് ആണ്. ചില സാധനങ്ങൾ മെഷീൻ ഉണ്ടാക്കും. ഹാൻഡ് മെയ്ഡ്. മുളയരി പായസം എന്ന് എഴുതി വെച്ചേക്കണ കണ്ടുള്ളൂ. മുളയരിയും കണ്ടു. ഇനി അതിന്റെ പായസം ഒന്ന് കാണിക്കാവോ? ഇങ്ങനെ ഗ്ലാസ്സിലായിരിക്കും. ഇത് റെഡിയാക്കി വെച്ചേക്കണോ സാർ? ചൂടാറാണ്ട് ഈ ബോക്സിനുള്ളിൽ വെച്ചേക്കോ. ചൂടാറാണ്. അതായത് ചൂടാക്കിയിട്ട് ചൂടാക്കിന്റെ അത് വച്ചിരിക്കുവാണല്ലേ. അത് നമുക്ക് ഒരു നല്ല ചൂടാണുള്ളത്. നോക്കിയടാ, നല്ല ചൂട്. ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നോ. ഇത് നിങ്ങൾ തന്നെ ഇവിടെ വീട്ടിലുണ്ടാക്കി കൊണ്ടുവരണം. ഡെയിലി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുമോ? അപ്പൊ സുഹൃത്തിന്റെ വീട് എവിടെയാ? 10 കിലോമീറ്റർ താഴെയാണ്. 10 കിലോമീറ്റർ താഴെ, അതായത് നേരിമംഗലം. പേരെന്താ? നിതീഷ് എന്ന് പറയും. നിതീഷ്. എത്ര വർഷമായി ഈ ഷോപ്പ് പണിയിട്ടോ? 14 കൊല്ലമായി. 14 കൊല്ലമായിട്ട് ഈ മേഖലയിലുണ്ട് ഇവിടെ. അതന്നെ നേരത്തെയാടാണ്ട്. അപ്പൊ നമ്മുടെ മുളയരി പായസം ശർക്കരയല്ല, ശർക്കര തേങ്ങ. അപ്പൊ ഒന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കുടിക്കുന്നതാണ് സാധനം. ഇങ്ങനെ പല സ്ഥലത്തോടെ പോകുമ്പോ ഇങ്ങനെ ബോർഡ് കാണാം മുളയരി മുളയരി എന്നും പറഞ്ഞ്. പക്ഷെ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇന്ന് അത് കുടിച്ചു നോക്കാൻ പോവാണ്. ശർക്കര തേങ്ങാപ്പാല്, രക്ഷയില്ല മോനെ. ജീരക, ഏലക്ക, മറയൂർ ശർക്കരയാണ്. മറയൂർ ശർക്കര എന്താ പ്രത്യേകത? നല്ല ഇതാണ് റേഞ്ചിന്റെ സ്വന്തം ശർക്കര. അതെയാ, അത് ശരി. അന്യ ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. ഞാനിത് എഴുതി വെച്ച് നോക്കുമ്പോ എപ്പോഴും ഓർക്കും ഒരു ദിവസം കഴിക്കണമെന്ന്. പക്ഷെ ഇന്നാ അതിന് സമയം കൊള്ളാൻ പൊളിച്ചു കേട്ടോ. അതായത് ഈ ഷോപ്പിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. രക്തചന്ദനം, കസ്തൂരി മഞ്ഞൾ, നായക്കരണപ്പൊടി, യൂക്കാലി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നേരിമംഗലം അടിമാലി റോട്ടില് 5-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നേരിമംഗലത്ത് വരുമ്പോ ആദ്യത്തെ പായസക്കട